ഞാൻ പൈസ തന്നില്ലല്ലോ. എന്താ പെട്ടെന്ന് പൈസ തരാത്തേ? ഒരു കാര്യം പറഞ്ഞ എങ്ങനെയാ? പെട്ടെന്ന് തരണം കേട്ടോ. ഓക്കെ, ഈ നമ്പർ മാറ്റിയൊന്നും കാര്യമില്ല, ഞാൻ കണ്ടുപിടിക്കൂ. നിനക്കറിയാലോ. ആ ആ എന്നാ ശരി. രജീൻ്റെ ചെക്കനല്ലേ വരുന്നത്? ഓനാണല്ലേ? ഞാൻ രജീൻ്റെ മോനല്ലേ? അച്ഛൻ കുറച്ച് പൈസ തരാണ്ടല്ലോ. ഞാൻ രജീൻ്റെ മോൻ തന്നെ. പൈസ അച്ഛനോട് ചോദിച്ചോ. ഇങ്ങോട്ട് മാറിയിട്ട് നീ സ്കൂൾ പോയതായിരിക്കൂല്ലേ? അല്ല, തൊഴിലുറപ്പിന് പോയത്. എന്തായിരുന്നു പോക്കിരിക്കുന്നില്ലേ? നീ രജീൻ്റെ പോത്തെ എൻ്റെ മോനെ. പേടിഞ്ഞല്ലേ ചങ്ങായി. അപ്പോ അല്ലാത്തൊരു കുരിപ്പ് തന്നെ. എന്താ ചൂടില്ലേ? ഭയങ്കര ചൂട്. ഇനിയിപ്പോ ചൂട് കൂടാൻ പോവാന്നല്ലേ പറയുന്നത്. എന്താക്കും അടുത്ത മാസമൊക്കെ ചൂട് കൂടും. ഇല്ലടാ, നമ്മളെ ബിജു അല്ലേ വരുന്നത്? ഏത് ബിജു? എടാ, ഇനി നാട്ടിൽ ആദ്യമായോണ്ടാ. അതാണ് ബെറ്റ് ബിജു. ശരി. ഇവന്റെ പ്രധാന പരിപാടി എന്താ അറിയോ? ആവശ്യമുള്ള ഇല്ലാത്ത കാര്യത്തിലൊക്കെ ബെറ്റ് വെക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട്, ബിജു ബെറ്റ് വെച്ചാല് ആ ബെറ്റ് ബിജു ജയിക്കും. എടാ, ഇങ്ങോട്ടാ വരുന്നേ. ശരി. കയ്യിൽ നിന്ന് പൈസ പോണ്ടെങ്കിൽ എല്ലാം മാറിക്കാം. എങ്ങോട്ടാ പോന്നേ? ഒന്നുമില്ല, ഞാളിവിടെ എങ്ങനാ. അല്ലടോ, നമ്മള് തമ്മിലൊരു ചെറിയ കണക്കുണ്ടല്ലോ, ഒരു 500 കണക്ക്. ആ ബിജേട്ടാ തരാം. അത് പിന്നെ കുറച്ച് പണിയൊക്കെ ഒരു ടൈറ്റ് ആയി പോയി. തമാശയല്ലേ? പെട്ടെന്ന് തരണം കേട്ടോ. എന്റെ പറ്റിക്കില്ല, എന്നോട് കളിക്കാൻ വേണ്ട കേട്ടോ. ഉണ്ണി ഇങ്ങല്ലേ പറഞ്ഞേ, ഈ പഞ്ചായത്തിൽ വിജയായിട്ട് വെറ്റിയൊക്കെ ഇങ്ങി മാത്രാണ്. ഇപ്പൊ നിനക്കൊരു 500 കണക്ക്. ഞാനും ചെറുതായിട്ടൊന്ന് ബെറ്റ് വെച്ചിരുന്നു. അല്ല, എന്തേലും ബെറ്റ്? അത് പിന്നെ നമ്മളെ പൈക്കാട്ടെ സുരജേച്ചിന്റെ കണ്ണിന്റെ താഴെ ഒരു മറുകുണ്ട് എന്ന് ഞാൻ ഇല്ല എന്ന് ബിജുട്ടെ. ഏത് അങ്ങനെ അവസാനം 1000 ഉറുപ്പ്യക്ക് ബെറ്റായി. 500 ഉറുപ്പ്യ ഞാൻ അന്നേരം കൊടുത്തേക്ക്. 500 കൂടി കൊടുക്കാനുണ്ട്. അതാ പ്രശ്നം. അല്ല, എന്നിട്ട് ശരിക്കും മറുകുണ്ടേനോ? അത് മറുകല്ലേനടോ. കറി പറവിടുമോ കടുക് പൊട്ടിത്തെറിച്ചതിനോലെ. അത് പിന്നെയാ ഞാൻ അറിയുന്നത്.